ഓട്ടോകാഡിൽ എങ്ങനെയാണ് ഇതുപോലൊരു ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യാന്ന് നോക്കാം. ആദ്യം ഒരു 40x30 റെക്ടാങ്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. റെക്ടാങ്കിൾ കമാൻഡ് യൂസ് ചെയ്യാം. REC ആണ് ഷോർട്ട് കീ. റെക്ടാങ്കിൾ ആഡ് ചെയ്യാം. ഇനി ഒരു പോയിന്റ്, ബേസ് പോയിന്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ 40 ആണ് ലെങ്ത് വരുന്നത്. അപ്പൊ 40 ആഡ് ചെയ്തു. ടാബ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പോസിറ്റ് എത്രയാണ് 30 അത് ആഡ് ചെയ്തു. വീണ്ടും ടാബ് ക്ലിക്ക് ചെയ്തു. അപ്പൊ ആ ഒരു എങ്ങനെയാണെന്നുള്ളത് വന്നിട്ടുണ്ട്. എന്റർ ക്ലിക്ക് ചെയ്തു. ഇതാണ് ആദ്യത്തെ ഈ ഒരു റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളത്. നെക്സ്റ്റ് ഈ ഒരു റെക്ടാങ്കിളിന്റെ ഈ പോയിന്റിൽ നിന്ന് 30യിലാണ് ടോപ്പിലേക്ക് വരുന്നത്. ഇതിന്റെ സെന്ററിൽ നിന്ന് 30. അപ്പോ ഒരു ലൈൻ വരയ്ക്കാം. ഇതിന്റെ സെന്ററിൽ നിന്ന് 30യിലാണ് വരുന്നത്. ഓർത്തോ മോഡ് ഓൺ ആക്കുന്നുണ്ട്. 30 എന്റർ ക്ലിക്ക് ചെയ്തു. ഇവിടെയാണ് ഒരു ആർക്ക് വരുന്നത്. ആർക്ക് വരുന്നത് റേഡിയസ് 15 ആണ്. ഇപ്പൊ 15 റേഡിയസ് കൊടുത്തിട്ട് ഒരു ആർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം. ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കിന്റെ കമാൻഡ് ആഡ് ചെയ്തു. സ്റ്റാർട്ട് പോയിന്റ് ഓഫ് ദ ആർക്ക് അല്ലെങ്കിൽ സെന്റർ പോയിന്റ് ഏതാണോ ആ പോയിന്റ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. സെന്റർ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ സെന്റർ പോയിന്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. സെന്റർ സ്പെസിഫൈ ചെയ്തിട്ട് നെക്സ്റ്റ് ഇവിടെ റേഡിയസ് ആയിട്ട് എത്രയാണോ ആഡ് ചെയ്യേണ്ടത്, 15 ആണെങ്കിൽ 15 ആഡ് ചെയ്തു. എന്റർ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് ഇതേപോലെ ആർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ ആർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആർക്കിന് വിഡ്ത്ത് വരുന്നത് 5 ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓഫ്സെറ്റ് കമാൻഡ് ആഡ് ചെയ്ത് 2.5 5ന്റെ പകുതിയായിട്ടുള്ള 2.5 ആഡ് ചെയ്തു. രണ്ട് സൈഡിലേക്കും ഓഫ്സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഓഫ്സെറ്റ് ആഡ് ചെയ്തു. ഇനി ഈ ഒരു സെന്ററിലുള്ള ലൈൻ വേണ്ട, ആ ലൈൻ ഡിലീറ്റ് ചെയ്യാം. ഈ ഒരു ലൈനും ആവശ്യമില്ല, അപ്പൊ ഈ ഒരു ലൈനും ഡിലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ലൈൻ കമാൻഡ് വെച്ചിട്ട് ഈ ലൈനുകൾ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ട്രിം ഓർ എക്സ്റ്റെൻഡ് പോലെ അങ്ങനെയും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു റെക്ടാങ്കിൾ വരുന്നുണ്ട്. അപ്പൊ ആ റെക്ടാങ്കിളില് ഇത് ഫില്ലറ്റ് ആണ് നമുക്ക് അവിടെ ആഡ് ചെയ്യാനായിട്ടുള്ളത്. കാരണം ഡയറക്റ്റ് ആയിട്ട് ഇതിലെ പോലെ കോർണർ അല്ല കൊടുത്തിട്ടുള്ളത്, ഇവിടെ ഒരു കർവ് ആണ്. അപ്പൊ അതിനു വേണ്ടി ഫില്ലറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഫില്ലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് F ഷോർട്ട് കട്ട് ടൈപ്പ് ചെയ്തു. ഫില്ലറ്റ് വന്നിട്ടുണ്ട്. ഫില്ലറ്റിൽ റേഡിയസ് 2 ആണ്. അപ്പൊ റേഡിയസ് ആഡ് ചെയ്ത് 2 കൊടുത്തു. നെക്സ്റ്റ് ഫസ്റ്റ് ഒബ്ജക്റ്റും സെക്കൻഡ് ഒബ്ജക്റ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ഫില്ലറ്റ് ക്രിയേറ്റ് ആയിട്ട് വന്നു. ഈ ഫില്ലറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് F എന്റർ കൊടുത്തു. ട്രിം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ട്രിമ്മും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് റേഡിയസ് ഇപ്പോൾ 2 ആഡ് ചെയ്ത് എന്റർ കൊടുത്തതിന് ശേഷം ആദ്യത്തെയും രണ്ടാമത്തെയും ഒബ്ജക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഫില്ലറ്റ് വരുന്നതിന്റെ കൂടെ തന്നെ ട്രിമ്മും കൂടി വരുന്നുണ്ടായിരിക്കും. ഈ ഒരു പോർഷനിൽ ട്രിം ചെയ്ത് കൊടുക്കണം. TR എന്റർ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഇതേപോലെ ട്രിം ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഡ്രോയിങ് ഇവിടെ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുത്തു.